നമസ്കാരം സുഹൃത്തെ, ഇനി ജീവിതം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നാളെ മുതൽ നീ മാറാൻ ശ്രമിക്കരുത്. ഭൂരിഭാഗം ആളുകളും മാറ്റിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ മാറാത്ത കാര്യങ്ങളായിരിക്കും ഉള്ളത്. അത് ഏതു തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാവട്ടെ, സമ്പത്ത് നേടുന്നതിനെക്കുറിച്ചാവട്ടെ, അങ്ങനെ ഏതുതരം മാറ്റമാണെങ്കിലും അതിൽ നിന്ന് മാറുവാൻ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത്രയും നാൾ നീ മാറിയോ, അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും മാറില്ല. അതിന് പകരം ഓർക്കുക. അപ്പോൾ എന്താണ് ഓർക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് ഓർക്കേണ്ടതെന്നും ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നീ പഠിച്ചിരിക്കും. അതിലൂടെ എന്തും മാറ്റുവാൻ സാധിക്കും. 100% ഉറപ്പ് വരുന്നു. ഇപ്പോൾ പുകവലി എന്ന ശീലമുള്ളവർ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റാൻ സാധിക്കാറുണ്ടോ? അതുപോലെ മദ്യപാനികളിൽ ഭൂരിഭാഗം പേർക്കും അതിൽ നിന്ന് മാറണമെന്ന ആഗ്രഹമുള്ളവരാണ്. അവർക്ക് മാറുവാൻ സാധിക്കാറുണ്ടോ? ഇങ്ങനെ മധുരം മുതൽ മയക്കുമരുന്ന് വരെ ശീലമുള്ളവർ ഇത് മാറ്റണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നാൽ അത് മാറ്റാൻ സാധിക്കാത്തതിനെ മാറണം അല്ലെങ്കിൽ നിർത്തണമെന്നെല്ലാം പറയുമ്പോൾ നമ്മളോട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിനോട് പറയുന്നത് അത് കഴിയുകയില്ല അല്ലെങ്കിൽ അത് പറ്റുകയില്ല എന്നാണ്. കാരണം മാറ്റം എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്നുള്ള അർത്ഥമാണ് ഉപബോധ മനസ്സിന് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഭാരം കുറയ്ക്കണം, അതുപോലെ സമ്പത്ത് നേടണം തുടങ്ങി ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിനും മാറ്റത്തിനും തടസ്സമായി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഇത് മാറ്റുന്നതിനായി നമുക്ക് ലളിതമായ ഒരു കാര്യം ചെയ്യാം. അതിനായി ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ അതെന്നോടൊപ്പം ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ദീർഘമായി പതുക്കെ പതുക്കെ ഒരു ശ്വാസമെടുക്കുക. അതുപോലെ തന്നെ പതുക്കെ ആ ശ്വാസം വിടുക. എന്നിട്ട് ശാന്തമായി പറയുക, ഞാൻ എല്ലാം ഉള്ളവനാണ്, ഞാൻ എല്ലാം ഉള്ളവനാണ്, ഞാൻ എല്ലാം ഉള്ളവനാണ്. അതായത് ഞാൻ എല്ലാം നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാം ഉള്ള സത്വമാണ് എന്ന് ഓർമ്മിക്കുന്നു. അത്രയും മതി. കാരണം പ്രപഞ്ചങ്ങളും പ്രപഞ്ച നിയമങ്ങളും മതങ്ങളും അടിസ്ഥാനപരമായി പറയുന്നത് നീ പ്രപഞ്ചത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാണ്. അത് ഓർക്കുക. അത്രയും മതി. ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഉള്ളവനാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ഇതിനെക്കുറിച്ച് ഓർമ്മ വരും. അങ്ങനെ ഇത് ഓർക്കുമ്പോൾ മറ്റൊന്നും മാറ്റേണ്ടി വരില്ല. കാരണം നമ്മളോട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ഉപബോധ മനസ്സിനോട് പറയുന്നത്, എനിക്കെല്ലാറ്റിനും കഴിയും, എല്ലാം അനുകൂലം എന്നാണ്. അതുകൊണ്ട് തന്നെ മാറ്റം സ്വാഭാവികമായി വരുന്നു. അതിനുവേണ്ടി ഇനി യാചിക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്യേണ്ട. യാചന, പ്രാർത്ഥനയും പ്രയത്നവും ഇപ്പോൾ ഇവിടെ നിർത്തുക. ഈ വീഡിയോ കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ തന്നെ ഇവിടെ നീ നിർത്തി. അതിനു പകരം ഓർക്കുക മാത്രം ചെയ്താൽ മതി. കാരണം കൂടുതൽ മധുരം കഴിക്കുന്ന വ്യക്തിയാലും ശരി, കൂടുതൽ മദ്യപിക്കുന്ന വ്യക്തിയാലും ശരി, രണ്ടുപേരും ദുശീലങ്ങൾക്ക് അടിമയാണ്. ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം മനസ്സിലെ ചില അഭാവത്തിൻ്റെ കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാന ഐഡൻറ്റിറ്റിയായ ശാന്തത നഷ്ടപ്പെടുകയും അതുമൂലം പല രീതിയിലുള്ള ദുശീലങ്ങൾക്ക് അടിമയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഉള്ളവനെന്ന് ഓർക്കുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. അല്ലെങ്കിൽ ഞാൻ ശാന്തനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സംതൃപ്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് എന്നിങ്ങനെ നിങ്ങൾക്ക് പ്രപഞ്ചം നൽകിയിരിക്കുന്നത് ഓർക്കുക. അത് പ്രപഞ്ചത്തിനോടുള്ള നിങ്ങളുടെ ഒരു നന്ദി പറച്ചിലാണ്. തീർച്ചയായും അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനെ ഓർത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല. അത് പറയുക പോലും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അത്രയും മതി. നിങ്ങളെ പ്രപഞ്ച നിയമങ്ങൾ ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമാണ് എൻ്റെ പണി. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർക്കുക. ഇനി നീ ഓർക്കേണ്ട ഒരു കാര്യം, നിനക്ക് യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഓർക്കുക. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാൻ ഓർക്കുക. താങ്ക് യു.